ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോശുവ അധ്യായം 7 ബൈബിൾ ക്വിസ്. ഇസ്രായേൽ മക്കൾ എന്ത് സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു? ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച്. ആഖാൻ ആരുടെ മകനായിരുന്നു? കർമ്മിയുടെ. സബ്ദിയുടെ മകൻ ആരായിരുന്നു? കർമ്മി. സബ്ദി ആരുടെ മകനായിരുന്നു? സേരഹിന്റെ. ആഖാൻ ഏത് ഗോത്രത്തിൽ പെട്ടവനായിരുന്നു? യഹൂദ ഗോത്രത്തിൽ. ശപഥാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തത് ആരാണ്? ആഖാൻ. ഇസ്രായേൽ മക്കളുടെ നേരെ യഹോവയുടെ കോപം ജ്വലിക്കാൻ കാരണം എന്താണ്? ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു. യഹൂദ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശബ്ദാർപ്പിത വസ്തുക്കളിൽ ചിലത് എടുത്തു. ദേശം ഒറ്റുനോക്കുവാൻ യോശുവ ആളുകളെ എവിടെ നിന്ന് എവിടേക്ക് അയച്ചു? എരിഹോവിൽ നിന്ന് ഹായിയിലേക്ക്. ഹായി ഏതു സ്ഥലത്തിന്റെ സമീപത്തായിരുന്നു? ബേഥോവന്റെ സമീപത്ത്. ബഥേലിന്റെ ഏതു വശത്താണ് ഹായ്? ബഥേലിന് കിഴക്ക്. എരിഹോവിൽ നിന്ന് ഹായിയിലേക്ക് അയച്ച ആളുകളോട് യോശുവ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? നിങ്ങൾ ചെന്ന് ദേശം ഒറ്റുനോക്കുവീൻ എന്ന് പറഞ്ഞു. ഹായിയെ ഒറ്റുനോക്കിയ ശേഷം ഒറ്റുനോക്കുകാർ യോശുവയുടെ അടുക്കൽ മടങ്ങി വന്ന് ഹായിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അവിടെ ആൾ ചുരുക്കമത്രേ. ഹായിയെ ഒറ്റുനോക്കിയ ശേഷം ഒറ്റുനോക്കുകാർ യോശുവയുടെ അടുക്കൽ മടങ്ങി വന്ന് യോശുവയ്ക്ക് എന്ത് ഉപദേശം നൽകി? ജനമെല്ലാം പോകണമെന്നില്ല. ഹായിയെ ജയിച്ചടക്കുവാൻ 2000-ഓ 3000-ഓ പോയാൽ മതി. സർവ്വജനത്തെയും അവിടേക്ക് അയച്ച് കഷ്ടപ്പെടുത്തേണ്ട. അവിടെ ആൾ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു. ജനത്തിൽ എത്ര പേർ ഹായിയിലേക്ക് പോയി? അവർക്ക് എന്ത് സംഭവിച്ചു? ഏകദേശം 3000 പേർ. എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി. ഹായിക്ക് നേരെയുള്ള യുദ്ധത്തിൽ എത്ര ഇസ്രായേല്യരെ ഹായി പട്ടണക്കാർ കൊന്നു? 36ഓളം പേരെ. എവിടം മുതൽ എവിടം വരെ ഇസ്രായേല്യരെ ഹായി പട്ടണക്കാർ പിന്തുടർന്നു അവരെ തോൽപ്പിച്ചു? അവരെ പട്ടണവാതിൽക്കൽ തുടങ്ങി ശെബാരീം വരെ പിന്തുടർന്ന് മലഞ്ചെരിവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു.
ഹായിക്ക് നേരെയുള്ള യുദ്ധത്തിൽ തോറ്റപ്പോൾ ജനത്തിന്റെ ഹൃദയത്തിന് എന്ത് സംഭവിച്ചു? ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെ ആയിത്തീർന്നു. ഹായിൽ അവർ പരാജയപ്പെട്ടു എന്ന് കേട്ടപ്പോൾ യോശുവ എന്ത് ചെയ്തു? യോശുവ വസ്ത്രം കീറി. ഹായിൽ അവർ പരാജയപ്പെട്ടു എന്ന് കേട്ടപ്പോൾ യോശുവയും ഇസ്രയേൽ മൂപ്പന്മാരും എന്തു ചെയ്തു? യഹോവയുടെ പെട്ടകത്തിനു മുമ്പിൽ അവനും ഇസ്രയേൽ മൂപ്പന്മാരും തലയിൽ മണ്ണുവാരി ഇട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണുകിടന്നു. ഹായിലെ പരാജയത്തിനു ശേഷം യോശുവ ദൈവത്തോട് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു? അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമ്മോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ഈ ജനത്തെ യോർദാനിക്കരെ കൊണ്ടുവന്നത് എന്ത്? ഹായിലെ പരാജയത്തിനു ശേഷം അവർ എന്തു ചെയ്തിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് യോശുവ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ യോർദാൻ അക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. ഹായിലെ പരാജയത്തെക്കുറിച്ച് കേട്ടിട്ട് കനാന്യരും ദേശനിവാസികളും തങ്ങളോട് എന്ത് ചെയ്യുമെന്ന് യോശുവ ഭയപ്പെട്ടു. കനാന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റിവളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേർ മായ്ച്ചു കളയുമല്ലോ. യോശുവ കർത്താവിനോട് എന്ത് ചോദ്യമാണ് ചോദിച്ചത്? നീ നിന്റെ മഹത്തായ നാമത്തിനു വേണ്ടി എന്തു ചെയ്യും? യഹോവയുടെ പെട്ടകത്തിനു മുമ്പിൽ സാഷ്ടാംഗം വീണുകിടക്കുന്ന യോശുവയോട് യഹോവ എന്ത് അരുളി ചെയ്തു? എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണുകിടക്കുന്നത് എന്തിന്? യഹോവ യോശുവയോട് എന്ത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്? ഇസ്രയേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. ഇസ്രയേൽ മക്കൾ യഹോവയുടെ നിയമം ലംഘിച്ചത് എങ്ങനെ? അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇസ്രയേൽ മക്കൾക്ക് ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നത് എന്തുകൊണ്ട്? ഇസ്രയേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട്. എന്തു ചെയ്യാതിരുന്നാൽ യഹോവ അവരോടുകൂടെ ഇരിക്കയില്ല. ശാപം അവരുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ. ഹായിലെ പരാജയത്തിന്റെ കാരണം യോശുവയ്ക്ക് വിശദീകരിച്ചതിനു ശേഷം ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ജനങ്ങളോട് പറയാൻ പറഞ്ഞ 3 കാര്യങ്ങൾ എന്തെല്ലാമാണ്? നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഇസ്രയേലെ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല. ജനം എന്തിനു വേണ്ടി അവരെ തന്നെ ശുദ്ധീകരിക്കണം? ഇസ്രയേലിന്റെ നടുവിൽ ഒരു ശാപം ഉള്ളതിനാൽ. എന്തു ചെയ്യും വരെ ഇസ്രയേൽ മക്കൾക്ക് ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുകയില്ല? ശാപം അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ. ദിവസത്തിലെ ഏത് സമയത്താണ് ജനങ്ങൾ യഹോവയുടെ സന്നിധിയിൽ ഗോത്രം ഗോത്രമായി അടുത്തു വരേണ്ടത്? രാവിലെ.
രാവിലെ ഇസ്രയേൽ യഹോവയുടെ സന്നിധിയിൽ അടുത്തു വരേണ്ടത് എങ്ങനെ? ഗോത്രം ഗോത്രമായി. യഹോവ പിടിക്കുന്ന ഗോത്രം എങ്ങനെ അടുത്തു വരണം? കുലം കുലമായി അടുത്തു വരണം. യഹോവ പിടിക്കുന്ന കുലം എങ്ങനെ അടുത്തു വരണം? കുടുംബം കുടുംബമായിട്ട് അടുത്തു വരണം. യഹോവ പിടിക്കുന്ന കുടുംബം എങ്ങനെ അടുത്തു വരണം? ആളാം പ്രതി അടുത്തു വരണം. ശപഥാർപ്പിത വസ്തുവോടുകൂടെ പിടിക്കപ്പെടുന്നവനെയും അവനുള്ള സകലത്തെയും എന്തു ചെയ്യണം? തീയിലിട്ട് ചുട്ടുകളയണം. ശപഥാർപ്പിത വസ്തുവോടുകൂടെ പിടിക്കപ്പെടുന്നവനെ തീയിലിട്ട് ചുട്ടുകളയേണ്ടതെന്തുകൊണ്ട്? യഹോവയുടെ നിയമം ലംഘിച്ച് ഇസ്രയേലിൽ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നതിനാൽ. യോശുവ അതിരാവിലെ എഴുന്നേറ്റ് യഹോവയുടെ മുൻപാകെ വരുത്തിയത് ആരെയാണ്? ഇസ്രയേലിനെ ഗോത്രം ഗോത്രമായി വരുത്തി. യോശുവ അതിരാവിലെ എഴുന്നേറ്റ് ഇസ്രയേലിനെ ഗോത്രം ഗോത്രമായി വരുത്തിയപ്പോൾ ഏത് ഗോത്രമാണ് പിടിക്കപ്പെട്ടത്? യഹൂദ ഗോത്രം. യഹൂദ ഗോത്രത്തെ കുലം കുലമായി വരുത്തിയപ്പോൾ ഏത് കുലമാണ് പിടിക്കപ്പെട്ടത്? സർഹ്യകുലം. സർഹ്യകുലത്തെ കുടുംബം കുടുംബമായി വരുത്തിയപ്പോൾ ആരാണ് പിടിക്കപ്പെട്ടത്? സബ്ദി. സബ്ദിയുടെ കുടുംബത്തെ ആളാം പ്രതി വരുത്തിയപ്പോൾ ആരാണ് പിടിക്കപ്പെട്ടത്? യഹൂദ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ. യോശുവ ആഖാനോട് എന്ത് 3 കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത്? ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക, നീ എന്ത് ചെയ്തു എന്ന് പറക, എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. താൻ ആരോട് പിഴച്ചുവെന്ന് ആഖാൻ കുറ്റസമ്മതം നടത്തി. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ചു. ആഖാൻ കൊള്ളയുടെ കൂട്ടത്തിൽ കണ്ടു മോഹിച്ച് എടുത്ത വസ്തുക്കൾ ഏതൊക്കെയായിരുന്നു? വിശേഷമായൊരു ബാബിലോണി മേലങ്കിയും 200 ശെക്കേൽ വെള്ളിയും 50 ശെക്കേൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും. കൊള്ളയുടെ കൂട്ടത്തിൽ നിന്ന് ആഖാൻ കണ്ടു മോഹിച്ച് എടുത്ത വസ്തുക്കൾ എവിടെയാണ് ഒളിപ്പിച്ചത്? ആഖാന്റെ കൂടാരത്തിന് നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. ആഖാന്റെ കൂടാരത്തിന് നടുവിൽ നിലത്ത് ബാബിലോണി മേലങ്കിക്കും പൊൻകട്ടിക്കും അടിയിൽ എന്താണ് മറച്ചു വെച്ചത്? വെള്ളി.
യോശുവ അയച്ച ദൂതന്മാർ കൂടാരത്തിൽ ഓടിച്ചെന്നപ്പോൾ കണ്ടതെന്ത്? കൂടാരത്തിൽ ബാബിലോണ്യ മേലങ്കിക്കും 50 ശെക്കേൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും അടിയിൽ വെള്ളിയും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു. ആഖാന്റെ കൂടാരത്തിൽ നിന്ന് കണ്ടെത്തിയ മോഷ്ടിച്ച വസ്തുക്കൾ യോശുവയുടെ ദൂതന്മാർ കൂടാരത്തിൽ നിന്ന് എടുത്ത് ആരുടെ അടുക്കലാണ് കൊണ്ടുവന്നത്? യോശുവയുടെയും എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ കൊണ്ടുവന്നു. ആഖാന്റെ കൂടാരത്തിൽ നിന്ന് കണ്ടെത്തിയ മോഷ്ടിച്ച വസ്തുക്കൾ യോശുവയുടെ ദൂതന്മാർ ആരുടെ സന്നിധിയിൽ വെച്ചു? യഹോവയുടെ സന്നിധിയിൽ വെച്ചു. യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ സേരഹിന്റെ പുത്രനായ ആഖാനെ എവിടെ കൊണ്ടുപോയി? ആഖോർ താഴ്വരയിൽ കൊണ്ടുപോയി. സേരഹിന്റെ പുത്രനായ ആഖാനെ ആഖോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയത് ആരാണ്? യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ. ആഖാനോടൊപ്പം ആഖോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയത് എന്തല്ല? വെള്ളി മേലങ്കി, പൊൻകട്ടി, അവന്റെ പുത്രന്മാർ പുത്രിമാർ, അവന്റെ കാള, കഴുത, ആട്, കൂടാരം, ഇങ്ങനെ അവനുള്ള സകലവും. നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കുമെന്ന് ആഖാനോട് പറഞ്ഞതാര്? യോശുവ പറഞ്ഞു. ആഖാനെയും അവനുള്ളതെല്ലാം കല്ലെറിഞ്ഞതിനു ശേഷം ഇസ്രായേലെല്ലാം അവനോട് എന്താണ് ചെയ്തത്? അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. ആഖാനെ കല്ലെറിഞ്ഞ് അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തതിനു ശേഷം ഇസ്രായേൽ അവനോട് എന്താണ് ചെയ്തത്? അവന്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്ന് കൂട്ടി. ആഖാനെ കല്ലെറിഞ്ഞ സ്ഥലത്തിന് ഇന്നുവരെ എന്ത് പേർ പറഞ്ഞു വരുന്നു? ആഖോർ താഴ്വര. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.